2011 ഒരു ന്യൂ ബോൺ ബേബിയായി ജനിച്ച് 2015 ഒരു ക്വാളിഫയിങ് പേപ്പറായി. ഇപ്പോൾ അതൊരു ക്വാളിഫയിങ് പേപ്പർ ആണോ അതോ ഒരു എലിമിനേറ്റിംഗ് പേപ്പർ ആണോ എന്നാണ് ഡിബേറ്റ്. യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ടോക്ഡ് അബൌട്ട് പേപ്പർ ഇൻ സിവിൽ സർവീസ് എക്സാം, പ്രിലിംസ്, CSAT. CSAറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല വാർത്തകളുണ്ട്. ഒന്ന്, CSAറ്റിന് ഒരു വെരി ക്ലിയർലി ഡിഫൈൻഡ് സിലബസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, വെരി കെയർഫുള്ളി ക്രാഫ്റ്റഡ് ബൈ UPSC വിത്ത് ലോട്ട് മെനി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ്. അതേപോലെ അതിൻ്റെ കട്ട് ഓഫ് ഓൾറെഡി ഡിസൈഡഡ് ആണ് 33%. അത് ഗുഡ് ന്യൂസ് അല്ലേ? Then why would people worry about this paper? Why this paper being an eliminating paper these days? CSAT ഇപ്പോൾ ഒരു ക്വാളിഫയിങ് പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ CSAറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 80 ചോദ്യങ്ങളിൽ 27 ചോദ്യങ്ങൾ ചെയ്താൽ മതി, 200-ൽ 66 മാർക്ക് കിട്ടിയാൽ മതി, 33% മാർക്ക് കിട്ടിയാൽ മതി എന്നാണല്ലോ. But it's also very important to understand our attitude towards this aptitude test. ഈ അഭിരുചി പരീക്ഷയോടുള്ള നമ്മളുടെ മനോഭാവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. And that is why I say it's very important to start early for CSAT. നമ്മളെ സംബന്ധിച്ചോളം യു ഷുഡ് ലുക്ക് CSAT ആസ് എ പേപ്പർ. അത് 27 ചോദ്യങ്ങൾ ചെയ്താൽ മതി എന്നല്ല, 27 ചോദ്യങ്ങൾ ചെയ്യണം, 33% മാർക്ക് കിട്ടണം, 66 മാർക്ക് കിട്ടണം 200-ൽ. അങ്ങനെ കാണണം നമ്മളിതിന്. ഒരിക്കലും സിലബസിൽ മാറ്റങ്ങളൊന്നും UPSC കൊണ്ടുവന്നിട്ടില്ല, എല്ലാം 10th ലെവൽ തന്നെയാണ്. ബട്ട് how has UPSC tightened the screw by making this paper time consuming? For example, UPSC is heavily using a topic, data sufficiency. സംഭവം 10th ക്ലാസ് ലെവലാണെന്ന് സിലബസ് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. 2011 മുതൽ 2018 വരെ ഒരു ചോദ്യം പോലും ഡാറ്റ സഫിഷ്യൻസി ഇല്ല. 2019 ഒരു ചോദ്യമുണ്ട്. 2020 തൊട്ടിട്ട് ഇവിടുന്ന് ഡാറ്റ സഫിഷ്യൻസി ഒരുപാട് ചോദ്യങ്ങൾ UPSC ചോദിക്കുകയാണ്. ഡാറ്റ സഫിഷ്യൻസി UPSC യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ലൈക്ക് ഐ സെഡ്, ടു മേക്ക് ദിസ് പേപ്പർ ടൈം കൺസ്യൂമിങ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് റിഗാർഡിങ് ഡാറ്റ സഫിഷ്യൻസി. കാരണം ഡാറ്റ സഫിഷ്യൻസിയിൽ മാത്സിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ഇൻ ഇറ്റ് സെൽഫ് അത്ര ടഫാക്കാൻ പറ്റില്ല. ഡാറ്റ സഫിഷ്യൻസി ഉപയോഗിച്ചിട്ട് ബ്ലഡ് റിലേഷനോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോ ഡിസ്റ്റൻസ് ഡയറക്ഷനോ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിലൊന്നും ബിയോണ്ട് ഒരു ടഫ്നെസ് ലെവലിലേക്ക് പോകില്ല. കാരണം UPSC സംബന്ധിച്ചോളം ഡാറ്റ സഫിഷ്യൻസി തന്നെ ഇൻ ഇറ്റ് സെൽഫ് ഒരു ടൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ഡാറ്റ സഫിഷ്യൻസിയിൽ വരുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. Right? You want to see an example? I'll show you. To have an exposure on data sufficiency, let's do this CSAT 2022 question. ചെയ്തോക്കിയല്ലോ. ആദ്യം എപ്പോഴും ചോദ്യം വായിക്കണം. Is Z brother of X എന്നാണ് ചോദ്യം. Z Xന്റെ ബ്രദർ ആണോ എന്നാണ് ചോദ്യം. ഒന്നുകിലാണ് അല്ലെങ്കിൽ അല്ല. ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം മതിയാവുന്നതാണോ, സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രം മതിയാവുന്നതാണോ, ഇനിയിപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ ഒരു ആൻസർ പറയാൻ പറ്റുമോ എന്ന് നോക്കലാണ് ഡാറ്റ സഫിഷ്യൻസി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഞാൻ ആദ്യം നോക്കട്ടെ. സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കുമ്പോൾ ഐ എം ലുക്കിംഗ് അറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 അലോൺ. എക്സ് ബ്രദറാണ് വൈൻ്റെ. അപ്പോൾ ഇവിടെ എക്സ് മെയിലാണെന്ന് മനസ്സിലായി. പക്ഷേ വൈ എന്നുള്ളത് മെയിലാവാം ഫീമെയിൽ ആവാം, അത് ക്ലിയർ അല്ല. ഈ തുടർന്ന് വായിക്കുമ്പോൾ വൈ ബ്രദർ ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ വൈ മെയിലാണെന്ന് മനസ്സിലായി. പക്ഷേ അപ്പോഴും സെഡ് മെയിലാവാം ഫീമെയിൽ ആവാം, സെഡ് വൈൻ്റെ ബ്രദർ ആവാം, സെഡ് വൈൻ്റെ സിസ്റ്റർ ആവാം. ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രകാരം കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. സെഡ് ബ്രദർ ആണോ എന്നുള്ള ചോദ്യത്തിന് ആണെന്നോ അല്ല എന്നോ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം സെഡ് മെയിൽ ആവാം ഫീമെയിൽ ആവാം അക്കോർഡിംഗ് ടു സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം മതിയാവുന്നതല്ല. ഇനി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രം നോക്കണം. Now when I'm looking at statement 2, I should look at statement 2 alone as though there is no statement 1. അപ്പോൾ എന്താണ് ചോദ്യം? ഈസ് Z ബ്രദർ ഓഫ് X ആണോ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നോട് പറയുന്നത് XYZ സിബ്ലിങ്സ് ആണെന്നാണ്. സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബ്രദർ ആണോ സിസ്റ്റർ ആണോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോൾ മൂന്നാമത്തെ അടവാണ്, ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കമ്പൈൻ ചെയ്ത് നോക്കണം ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്താലും കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റൂല. കാരണം അപ്പോഴും സെഡ് മെയിലാണോ ഫീമെയിൽ എന്ന കാര്യം ക്ലിയർ അല്ല. കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി ഇഷ്യൂ ഹിയർ.
ബിക്കോസ് ദിസ് ഇസ് ഡേറ്റ സഫിഷ്യൻസി. ഡേറ്റ സഫിഷ്യൻസി ഒരിക്കലും നിങ്ങളോട് എങ്ങനെയെങ്കിലും ആൻസർ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. എപ്പോഴും ഇപ്പോൾ ഒരു ബ്ലഡ് റിലേഷൻ ചോദ്യം പോലും ഡേറ്റ സഫിഷ്യൻസിയിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി മേക്കിംഗ് ദാറ്റ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ഈസി. അപ്പോൾ ഡേറ്റ സഫിഷ്യൻസി ഒരു ടൂളാണ് യൂസ്ഡ് ബൈ UPSC, ബട്ട് ദെൻ the question cannot go beyond a toughness level. So that's a good news with data sufficiency. What is the answer for this question? My answer is option D, because both statement 1 and statement 2 are not sufficient to answer the question. Because even if you have these two statements combined, you won't be definitely telling whether Z is brother or sister. We can't say that. Yes or no, നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂല ഈ ഒരു ചോദ്യത്തിന്. And that was about data sufficiency. And one thing about UPSC repeats. UPSC ഏറ്റവും ഫേവറേറ്റ് ആരാണ്? UPSC തന്നെയാണ്. ഒന്ന് നോക്കൂ, 2025 CSAT ഈ ചോദ്യം ഫ്രം നമ്പർ സിസ്റ്റം. അതെങ്ങനെയാണ് UPSC പിക്ക് ഫ്രം 2023 CSAT? ലെറ്റ്സ് ഡു ദിസ്. CSAT 2023 ഈ ചോദ്യം ഒന്ന് പോസ് അമർത്തി ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയല്ലോ. ഈച്ച് ഡിജിറ്റ് ഓഫ് എ 9-digit number is 1. It is multiplied by itself. What is the sum of the digits of the resulting number? ഒരു 9 അക്ക സംഖ്യയാണ്. അതിൻ്റെ ഓരോ അക്കങ്ങളും ഒന്നാണ്. അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഒരു റിസൾട്ട് കിട്ടുമല്ലോ. ആ നമ്പറിൻ്റെ ആ റിസൾട്ടിൻ്റെ ഓരോ അക്കങ്ങളും കൂട്ടിയാൽ എന്താണ് സം അഥവാ ആകത്തുക എന്നാണ് ചോദ്യം. ഐ ഹോപ്പ് ദ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ഈ ചോദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. 11നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഗെറ്റ് 121. 11 2-digit നമ്പറാണ്. ഐ എം ഗെറ്റിംഗ് 121. 111നെ 111 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഗെറ്റ് 12321. ഒരു 3 ഒന്നുകളെ 3 ഒന്നുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 123, പിന്നെ അങ്ങോട്ട് താഴോട്ട് 21. 4 ഒന്നുകളെ 4 ഒന്നുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1234321. 5 ഒന്നുകളെ 5 ഒന്നുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 123454321. അപ്പോൾ 5 ഒന്നുകളാകുമ്പോൾ മിഡിലിൽ 5 ആണ്. 4 ഒന്നുകളാകുമ്പോൾ മിഡിലിൽ 4 ആണ്. 3 ഒന്നുകളാകുമ്പോൾ മിഡിലിൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യപ്രകാരം 9 ഒന്നുകളാണ് മൾട്ടിപ്ലൈഡ് വിത്ത് 9 ഒന്നുകൾ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഐ ഗെറ്റ് 1 2 3 4 5 6 7 8 9 8 7 6 5 4 3 2 1. ഇതാണ് റിസൾട്ടിംഗ് നമ്പർ. ഈ റിസൾട്ടിംഗ് നമ്പറിൻ്റെ ഓരോ അക്കങ്ങളുടെയും സമ്മാണ് എൻ്റെ ആൻസർ. അപ്പോൾ they want us to find 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1. ഈ എല്ലാ നമ്പറും കൂട്ടിയാൽ എന്ത് കിട്ടും? അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇതിനെ 1 തൊട്ട് 9 വരെയും കൂട്ടാം, പിന്നെ 1 തൊട്ട് 8 വരെയും കൂട്ടാം. അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് n × n + 1/2. അപ്പോൾ 1 തൊട്ട് 9 വരെ കൂട്ടുമ്പോൾ n ഇവിടെ 9 ആണ്. 9 × n + 1 10/2. മറ്റേത് n 8 ആണ്. അപ്പോൾ n 8 × n + 1 9/2. അപ്പോൾ ഇതെനിക്ക് 45 എന്ന് കിട്ടും. ഇതെനിക്ക് 36 എന്ന് കിട്ടും. 45 + 36 81 ആണ് എൻ്റെ ആൻസർ. ഇനി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വി ലേൺ സംതിങ് ഹിയർ. 1 + 2 3 + 1 4 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 4 ആണ്. അപ്പോൾ 2 സ്ക്വയർ എന്താണ്? 4 ആണ്. ഈ മിഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 + 2 3 + 3 6 + 2 8 + 1 9 ആണല്ലോ. അപ്പോൾ ഈ മിഡിൽ നമ്പറിൽ 3ൻ്റെ സ്ക്വയർ എന്താണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. ഈ നമ്പറുകൾ 1 + 2 + 3 + 4 + 3 + 2 + 1 കൂട്ടുമ്പോൾ എനിക്ക് 16 എന്ന് കിട്ടും. 5ൻ്റെ സ്ക്വയർ എന്താണ്? 25 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 25 എന്ന് കിട്ടും. ഇപ്പോൾ 9ൻ്റെ സ്ക്വയർ എന്താണ്? 81 ആണ്. അത് തന്നെയാണല്ലോ എൻ്റെ ആൻസർ. സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്. നൗ കംസ് CSAT 2025 question when UPSC repeated this. CSAT 2025ൻ്റെ ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക. Now you know that UPSCൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആരാണ്? UPSC തന്നെയാണ്. അവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അവർ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഇഫ് n² = ഈ നമ്പർ, then how many digits does the number n have? എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ നമ്പർ കിട്ടണമെങ്കിൽ 111നെ 9 പ്രാവശ്യം 111നെ 9 പ്രാവശ്യത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ n എന്താവണം? അങ്ങനെയാണെങ്കിൽ 111 9 പ്രാവശ്യം 111. ഇതാണ് n. ഈ n-നെ n കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ n² ആവുക. അപ്പോൾ 111 9 പ്രാവശ്യം മൾട്ടിപ്ലൈഡ് വിത്ത് 111 9 പ്രാവശ്യം ഐ ഗെറ്റ് ദിസ്. ആൻഡ് യു നോ ദിസ് ഫ്രം ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എത്ര അക്കങ്ങളുണ്ട്?
9 ഡിജിറ്റ്സ് ആണുള്ളത്. കാരണം 9 ഉണ്ട്. അപ്പോൾ എന്നിൽ 9 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് മൈ ആൻസർ, ഓപ്ഷൻ ബി, ആസ് സിമ്പിൾ as that. We cannot qualify a qualifying paper just by preparing for the qualifying mark. We need to go beyond that. We cannot leave any stone unturned. അതുകൊണ്ടാണ് we have to come together, team up together and crack CSAT. And we crack CSAT not just for cracking CSAT, but conquering this very exam and bring home national glory. Thank you. Lead IAS, #1 IAS Academy in Kerala.